മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖ കേന്ദ്രത്തിലെ മണൽ മൂടിക്കിടന്ന പൊഴിമുഖം തുറന്നു. 5 ദിവസങ്ങളിലായി 4 എക്സ്കവേറ്ററുകളും മണ്ണുമാന്തികളും ഒപ്പം തുറമുഖ തീരത്ത് പ്രവർത്തിച്ചുവരുന്ന ഡ്രഡ്ജറും ഉപയോഗിച്ചാണ് പൊഴിമുഖം മുറിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിനുള്ള ചാൽ രൂപപ്പെടുത്തിയത്. നിലവിൽ വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോകുന്നതിന് 2 ദിവസത്തിലേറെ സമയം വേണമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കണ്ണൂർ അഴീക്കലിൽ നിന്നും പുറപ്പെട്ട ശേഷി കൂടിയ ഡ്രഡ്ജർ ഇന്നലെ പുലർച്ചെയോടെ മുതലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. പൊഴിമുഖം വഴി ഡ്രഡ്ജറിന് കടന്നുപോകാൻ തരത്തിൽ അഴിമുഖ ചാനലിൻ്റെ ആഴവും വീതിയും കൂട്ടേണ്ട പ്രക്രിയ തുടങ്ങിയാൽ മാത്രമേ ഡ്രഡ്ജിംഗ് തുടങ്ങാനാവൂ. അഴിമുഖ മുനമ്പിൽ അടിഞ്ഞിരിക്കുന്ന മണൽപ്പാളികൾ ഇതിന് കാലതാമസം വരുത്തിയേക്കുമെന്നും സൂചനയുണ്ട്. അഴിമുഖ മുനമ്പ് ആഴം കൂട്ടുന്ന ജോലികൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ എക്സ്കവേറ്ററുകൾ എത്തിച്ച് വേഗത കൂട്ടാനും നിലവിലുള്ള യന്ത്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തനക്ഷമമാക്കാനുമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മുതലപ്പുഴ അഴിമുഖം കേന്ദ്രീകരിച്ച് അനിയന്ത്രിതമായ തോതിൽ മണൽത്തിട്ടകൾ രൂപപ്പെടുന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനത്തിനും സ്ഥലപരിശോധനകൾക്കും മോഡൽ സ്റ്റഡി റിപ്പോർട്ട് വിശകലനത്തിനുമായി സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലെ വിദഗ്ധ സംഘം ഉടൻ തന്നെ മുതലപ്പുഴ വീണ്ടും സന്ദർശിക്കുമെന്നും ഇവർ അറിയിച്ചു.